റേഡിയോ നെയ്തൽ 107.8 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗവേദിയിലേക്ക് സ്വാഗതം. സർഗവേദിയിൽ ഇന്ന് എന്നോടൊപ്പമുള്ളത് SNVLPS തുമ്പോളിലെ കൊച്ചു കൂട്ടുകാരാണ്. ഇന്ന് ഈ കൊച്ചു കൂട്ടുകാരിൽ തന്നെ നമ്മുടെ ശ്രേയ സുജിത്ത് എന്ന് പറയുന്ന ഒരു സുന്ദരി കുട്ടിയാണ് ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുന്നത്. അവളുടെ തേന്മാവിനെ കുറിച്ചുള്ള ഒരു സുന്ദരമായ പാട്ട് നമുക്ക് പെട്ടെന്ന് കേട്ടിട്ട് വരാം. എൻ്റെ പേര് ശ്രേയ സുജിത്ത്. ഞാൻ UKG പഠിക്കുന്നു. ഞാൻ ഇവിടെ ഒരു കുട്ടിപ്പാട്ടാണ് പാടാൻ പോകുന്നത്. മുറ്റത്തൊണ്ടൊരു തേന്മാവ്, മുത്തശ്ശൻ നട്ടൊരു തേന്മാവ്, മുത്ത് വിളയുന്ന തേന്മാവ്, മുത്തുകൂടെയുള്ള തേന്മാവ്, മാമ്പഴമുണ്ടേ കൊമ്പത്ത്, മാണിക്യമുണ്ടേ കൊമ്പത്ത്, നിങ്ങളെ എല്ലാം ചുണ്ടത്ത്, എങ്ങനെ വന്നു തേൻതുള്ളി, ചാടിപ്പറിക്കാനും പറ്റൂല, കേറിപ്പറിക്കാനും പറ്റൂല, കാറ്റൊന്നും കൈവിരിച്ച് തട്ടാലോ, നെട്ടത്ത മാമ്പഴം താഴെ വീഴും. നന്ദി, നമസ്കാരം. സർഗവേദിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് SNVLPS തുമ്പോളിയിലെ ശ്രേയ സുജിത്ത് അവതരിപ്പിച്ച തേന്മാവിനെ കുറിച്ചുള്ള മനോഹരമായൊരു പാട്ടാണ്. ഇനി നമുക്ക് അക്ഷയ കൃഷ്ണയുടെ ഒരു വിവരണം കേൾക്കാം. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും MD വാസുദേവൻ നായർ ഒത്തിരി ഇഷ്ടമാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള നല്ല മനോഹരമായൊരു വിവരണവുമായിട്ട് നമ്മുടെ അക്ഷയ കൃഷ്ണ ഇന്നിപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ട്. പ്രശസ്ത എഴുത്തുകാരൻ MD വാസുദേവൻ നായരെ കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. കാലിന്മേൽ കാലിയേറ്റ് വെക്കാത്ത, വളരെ ശാന്തമായി മുഖത്ത് കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ലളിതമായ കാച്ചിക്കുറുക്കിയ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ച് വള്ളുവനാടൻ ഭാഷയിലൂടെ മലയാള സംസ്കാരത്തെ സ്നേഹിക്കാൻ ഒരു തലമുറയെ പഠിപ്പിച്ച വ്യക്തിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞു പോലെ മഹാനായ എഴുത്തുകാരൻ MD വാസുദേവൻ നായർ. 9 നോവലുകൾ, 19 കഥാസമാഹാരങ്ങൾ, 54 തിരക്കഥകൾ, സിനിമാ സംവിധാനങ്ങൾ, നിർമ്മാണങ്ങൾ, ദേശീയ അവാർഡുകൾ, പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ അവാർഡുകൾ, അങ്ങനെ ഒരു മനുഷ്യന് ആയുസ്സിൽ നേടാവുന്നത്രയും നേടി യാത്ര പറഞ്ഞു പോയ വ്യക്തിയാണ് MD വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികൾ നാലുകെട്ട്, മഞ്ഞ്, കാലം എന്നിവയാണ്. ആരായിരുന്നു മലയാളികൾക്ക് MD? മനസ്സുകളിൽ കോറിയിരിക്കുന്ന ഒരുപിടി MD കഥാപാത്രങ്ങളുണ്ട്. അതുമതി ഇനിയുള്ള കാലം ഓർമ്മകളിൽ ജീവിക്കാൻ. നന്ദി, നമസ്കാരം. സർഗവേദിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് SNVLPS തുമ്പോളിയിലെ അക്ഷത് കൃഷ്ണ അവതരിപ്പിച്ച MD വാസുദേവൻ നായരെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ്. ഇനി നമുക്ക് കാൽവിൻ കാലിസ്റ്റിൻ്റെ ആനയെക്കുറിച്ചുള്ള മനോഹരമായൊരു പാട്ട് കേൾക്കാം. എല്ലാ കൂട്ടുകാർക്കും ആനയെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കാൽവിൻ്റെ ഈ പാട്ട് നമുക്കൊന്ന് ആസ്വദിച്ചാലോ? എൻ്റെ പേര് കാൽവിൻ ജോസ്. KG പഠിക്കുന്നു. ഞാൻ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. ആണ് നല്ല രാന, കടകടത്ത രാന, പാറ പോലെ വായാണ്, വേര് പോലെ കൊമ്പ്, മുറം പോലെ കാത്, ചൂല് പോലെ വാല്, ആളെ മെല്ലെ വന്നു, ഞാൻ ഭയന്ന് ഓടി. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഫേബ ജോണി. ഞാൻ SNVLPS തുമ്പോളിയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് വായനയുടെ പ്രാധാന്യത്തെ പറ്റിയാണ്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായനയിൽ നിന്നും ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിന് ഉപകരിക്കുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രസിദ്ധമായ വരികളാണല്ലോ. മനുഷ്യൻ്റെ സ്വഭാവരൂപവൽക്കരണത്തിന് വായന സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു നല്ല പുസ്തകം ഒരുവനെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്നു. തെളിഞ്ഞ വായന മനുഷ്യൻ്റെ മഹത്വം വിളിച്ചു പറയും. ഇംഗ്ലീഷ് ചിന്തകനും പ്രബന്ധകാരനുമായ ഫ്രാൻസിസ് ബേക്കിൻ്റെ അഭിപ്രായത്തിൽ ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കാനുള്ളതാണ്, ചിലത് അപ്പാടെ വിഴുങ്ങാനും, വളരെ ചുരുക്കം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കാനും. പലതരം പുസ്തകങ്ങൾ ഉള്ളതുപോലെ തന്നെ പലതരം വായനയും ഉണ്ടെന്നാണ് അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ സാരം. ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു. സുഹൃത്തുക്കളുടെ ക്ഷാമം ഞാൻ പുസ്തകങ്ങളിലൂടെയാണ് നികത്തുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഭീമറാവു അംബേദ്കറുടെ വാക്കുകളാണിവ. വായനയാണ് അദ്ദേഹത്തെ ഉയരങ്ങളിൽ എത്തിച്ചത്. ലോകത്തിന്റെ വെളിച്ചമാണ് വായന. ഈ വെളിച്ചം കണ്ടു വേണം കുട്ടികൾ വളരാൻ. പക്ഷേ ഇന്ന് പൊതുവെ വായനാശീലം കുറഞ്ഞു വരികയാണ്. ഇതിനു കാരണം ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനമാണ്. ഇന്റർനെറ്റ് യുഗത്തിൽ സ്മാർട്ട് ഫോണുകളിൽ ഫേസ്ബുക്കും വാട്സപ്പും നോക്കിയിരിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. പണ്ട് ആധുനിക വസ്തുക്കളിൽ നിന്നും
മാത്രം ലഭിച്ചിരുന്ന വിഭവങ്ങൾ ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ ലഭ്യമാണ്. വിജ്ഞാനത്തിനും വിനോദത്തിനും മുമ്പ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു വായന. ജീവിക്കുന്ന ഒരു മനുഷ്യനെ വധിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു ജീവി തന്നെയാണ് നശിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഒരു പുസ്തകത്തെ നശിപ്പിക്കുമ്പോൾ ചിന്ത തന്നെ നശിപ്പിക്കപ്പെടുമെന്ന് മിൽട്ടൺ പറഞ്ഞിട്ടുണ്ട്. എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നതിലല്ല, വായിച്ച പുസ്തകത്തിൽ നിന്നും എന്ത് നേടി എന്നതിലാണ് നാം മൂല്യം കണ്ടെത്തേണ്ടത്. ഇപ്പോൾ തുടങ്ങാം നുറുങ്ങ കവിതകളിലൂടെ, ചെറിയ ചെറിയ കഥകളിലൂടെ വിടരട്ടെ വായനയുടെ വസന്തം. നന്മയുടെ ദിനങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സർഗവേദിയിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഫേബ ജോണി അവതരിപ്പിച്ച വായനയുടെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഒരു വിവരണം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് തമിഴിലൊരു വിവരണം നൽകുകയാണ് ശിവന്യ സുരേഷ്. എൻ്റെ പേര് ശിവന്യ സുരേഷ്. ഞാൻ SNVLPS സ്കൂൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിന്ന് പറയാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. അനേവർക്കും വണക്കം. എഴുന്നത് വെളുത്ത് ഇളക്കை അടയും വരെ നിർത്താതെ താൻ സ്വാമി വിവേകാനന്ദൻ കൽക്കട്ടാവിൽ പിറந்தே. തந்தை വിശ്വനാഥ് ദത്ത, தாய் புவனேஸ்வரி தேவி. பெற்றோர் எனக்கிட்ட பெயர் நரேந்திரநாத் தத்தா. என்னை விட 100 மடங்கு சிறந்தவைகளாக இருக்க வேண்டும் என்றே நான் விரும்புகிறேன். விடை பெறுகிறேன். நன்றி, வணக்கம். സർഗവേദിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് SNVLPS തുമ്പോളിയിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ്. ഇപ്പോൾ കേട്ടത് നമ്മുടെ ശിവന്യ സുരേഷ് തമിഴിൽ അവതരിപ്പിച്ച മനോഹരമായ ഒരു വിവരണമായിരുന്നു. ഇനി നമുക്ക് ആമി മെരിയ ആൻ്റണിയുടെ പരിസ്ഥിതി പാട്ട് കേൾക്കാം. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പാട്ട് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു. നമസ്കാരം, എൻ്റെ പേര് ആമി മരിയ ആൻ്റണി. ഞാൻ SNVLP സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് പരിസ്ഥിതി ദിനത്തിനെ കുറിച്ച് ഒരു പാട്ടാണ്. വരുവിൻ വരുവിൻ കൂട്ടുകാരെ, ഒരു തൈ കുഞ്ഞി കൈകളായി മണ്ണിൽ നട്ടു വളർത്തിടാം, വൃക്ഷ തൈകൾ നട്ടിടാം. വരുവിൻ വരുവിൻ കൂട്ടുകാരെ, ഒരു തൈ കുഞ്ഞി കൈകളായി മണ്ണിൽ നട്ടു വളർത്തിടാം, വൃക്ഷ തൈകൾ നട്ടിടാം. പാരിൻ താപം അകറ്റാം നാം, പ്രാണൻ വായുരുക്കിടാം. കാനനവാടിൽ പൂവസന്തം, ആനന്ദമാനന്ദമുത്സാഹം. പുഴയുടെ മഴയുടെ കാടിൻ താളം പുഴയുടെ മഴയുടെ കാടിൻ താളം ഒത്തൊരുമിച്ച് ഇട്ടിടാം. പുഴയുടെ മഴയുടെ കാടിൻ താളം ഒത്തൊരുമിച്ച് കേട്ടിടാം. വരുവിൻ വരുവിൻ കൂട്ടുകാരെ, ഒരു തൈ കുഞ്ഞി കൈകളായി മണ്ണിൽ നട്ടു വളർത്തിടാം, വൃക്ഷ തൈകൾ നട്ടിടാം. സർഗവേദിയിൽ ശ്രോതാക്കൾ കേട്ടത് ആമി മെരിയ ആൻ്റണിയുടെ പരിസ്ഥിതിയെ പറ്റിയുള്ള മനോഹരമായൊരു പാട്ടാണ്. ഇനി നമുക്ക് ഒരു കവിത കേൾക്കാം. അത് പ്രത്യേകിച്ച് ബഷീർ കവിതയാണെങ്കിലോ. ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ ഉൾപ്പെട്ട മനോഹരമായൊരു കവിത നമുക്ക് വേണ്ടി പാടുന്നത് SNVLPS തുമ്പോളിയിലെ ധ്വനി TD ആണ്. നമസ്കാരം, എൻ്റെ പേര് ധ്വനി TD. ഞാൻ SNVLPS സ്കൂളിലെ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനിന്നിവിടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർത്തുള്ള ഒരു കവിതയാണ് ആലപിക്കുന്നത്. ഉപ്പൂപ്പാൻ്റെ ആനയുടെ വാലിലെത്ര രോമം ചൊല്ലു, ഉപ്പൂപ്പാൻ്റെ ആനയയ്യോ കുയ്യാന മാത്രം. പാത്തുമ്മാൻ്റെ ആട്ടിൻ പാല് കുടിച്ചോടാ മോനെ നീയ, ആട്ടിൻ പാല് കറന്നാലേ പാത്തു പിണങ്ങും. മതിലിൻ്റെ അപ്പുറത്തെ ചേട്ടത്തിയെ കണ്ടോ നിങ്ങൾ, വിശേഷങ്ങൾ മടിയാതെ ചൊല്ലുക വേണം. മതിലിൻ്റെ പുറകിലെ ശബ്ദം മാത്രം ഞങ്ങൾ കേട്ടു, നേരിലൊരു മാത്ര പോലും കണ്ടില്ല വരെ.
മൂക്കു നീണ്ട മൂക്കൻ ചേട്ടൻ ഗിന്നസ് ബുക്കിനകത്തുണ്ടോ? മൂക്കിനിപ്പോൾ നീളമില്ല ബുക്കിൽ പിന്നെന്താ? ആനവാരി രാമൻ നായർ ആനകളെ ചാക്കിലാക്കി കൊണ്ടുപോകാൻ വന്നിടുന്നു, പറയൂ നിങ്ങൾ. അയ്യയ്യയ്യേ ആനയല്ല ചാരം വാരി നായറായ ചാരം മാരി വാറിയതാണ് ആനക്കുട്ടിയെ. ഒന്നും ഒത്തു ചേർന്നാലും മീണി ബല്യൊന്നായിടുമോ? ഇല്ലേ ഇല്ല മണ്ടച്ചാരെ രണ്ടല്ലേ കിട്ടൂ. ഈച്ച പൂച്ച പല്ലി പാറ്റ ജീവജാലമെല്ലാം വാണിടുന്ന ഭൂമിയേത് സ്വന്തമെല്ലോർക്കും. ആർത്തിയെല്ലാം ഉപേക്ഷിച്ച് സ്നേഹത്തോടെ വാണിടുക, സ്നേഹം പോലെ ദുനിയാവിൽ വേറൊന്നുമില്ല. എവർക്കും നന്ദി, നമസ്കാരം. സർഗവേദിയിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമ്മുടെ ധ്വനി അവതരിപ്പിച്ച ബഷീറിന്റെ കഥാപാത്രങ്ങളെ ചേർത്തുകൊണ്ടുള്ള മനോഹരമായ ഒരു കവിത എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഒരു റെയിൻബോ സോങ് കേട്ടാലോ? നമുക്ക് അവതരിപ്പിക്കുന്നത് നിമിഷ PB ആണ്. Hello everyone, I am Nimisha PB. I am studying SNVLP School 3rd Standard. I am going to singing a rainbow song. I am a rainbow waiting. I am a rainbow waiting to shine. Look, she is faded. Look, she is faded like a grey sky. Oh dear, she needs some color. Oh dear, she needs some color. She needs some color to shine. She needs some color to shine. Violet flowers, violet, symbol of loyalty. Violet, symbol of energy. She needs this color to shine. She needs this color to shine. Here come the indigo. Here come the indigo with dignity and care. Here come the blue clouds, big clouds, small clouds. Here come the blue clouds, big clouds, small clouds, spreading in heaven on earth. Here come the green leaf. Here come the green leaf. Green in the symbol of life on earth. Green in the symbol of life on earth. Oh sun, you look so happy. Oh sun, you look so golden. She needs this yellow sunshine. She needs this yellow sunshine. Here come the pumpkin. Here come the pumpkin. Give us the color orange. My heart is like a red rose. My heart is like a red rose. That is open to all around. Oh dears, now she is happy. She got all color to shine. Violet, indigo, blue, green, yellow, orange and red. Thank you. സർഗവേദിയിലെ കൂട്ടുകാർക്ക് നിമിഷ അവതരിപ്പിച്ച ഏറ്റവും മനോഹരമായ ഒരു റെയിൻബോ സോങ് ആണ് കേട്ടത്. ഇനി നമുക്കൊരു കഥ കേട്ടാലോ? കഥ പറയുന്നത് നേത്ര PR ആണ്. സ്നേഹത്തെ പറ്റിയുള്ള കഥയാണ് നേത്ര നമ്മളോട് പങ്കുവെക്കുന്നത്. ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് സ്നേഹം. പണ്ടൊരു നാട്ടിലൊരു കർഷകനും ഭാര്യയും ജീവിച്ചിരുന്നു. ഒരു ദിവസം കർഷകൻ ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് വന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആരോ വാതിലിൽ കൊട്ടുന്ന ശബ്ദം കേട്ടു. കർഷകൻ പറഞ്ഞു, നീ പോയി ആരാണെന്ന് നോക്കിയിട്ട് വാ. ഭാര്യ ചെന്ന് നോക്കിയപ്പോൾ 4 യുവാക്കൾ. ഭാര്യ ചോദിച്ചു, ആരാ നിങ്ങൾ? എന്തിനു വന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ സ്നേഹം, സമാധാനം, ഐശ്വര്യം, ധനം. ഞങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു ഇടം വേണം, കൂട്ടത്തിൽ ഭക്ഷണവും. പക്ഷേ ഞങ്ങളിൽ ഒരാളെ വിളിക്കാൻ പാടുള്ളൂ. ഭാര്യ നടന്ന സംഭവമെല്ലാം കർഷകനോട് പറഞ്ഞു. അതെ, നമുക്ക് ധനത്തെ വിളിച്ചാലോ? അതാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറുമല്ലോ. വേണ്ട, കർഷകൻ പറഞ്ഞു. വേണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ. വന്നത് സാധാരണക്കാരല്ല.
നീ പോയി സ്നേഹത്തെ വിളിച്ചു കൊണ്ടുവാ. ഭാര്യ മനസ്സില്ലാ മനസ്സോടെ പോയി സ്നേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു. അതിന്റെ പിന്നാലെ സമാധാനവും കയറി. അപ്പോൾ ഐശ്വര്യം ഓടിക്കയറി. ധനം പറഞ്ഞു, ഇവർ 3 പേരും കയറിയാൽ ഞാനിവിടെ എന്തു ചെയ്യാനാ? ധനവും ഉള്ളിലേക്ക് കയറി. അങ്ങനെ കർഷകൻ വലിയ പണക്കാരനായി സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം. നന്ദി. കൂട്ടുകാരെ, നേത്രയുടെ സ്നേഹത്തെ പറ്റിയുള്ള എത്ര മനോഹരമായ ഒരു കഥയാണ് അവൾ അവതരിപ്പിച്ചത്. എല്ലാ കൂട്ടുകാർക്കും ഈ കഥ ഒത്തിരി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് നല്ലൊരു കവിത കേട്ടാലോ? ശ്രേയാമരി അവതരിപ്പിക്കുന്ന അക്ഷരനിധിയാണ് ഈ കവിത. കൂട്ടുകാരെ, എൻ്റെ പേരാണ് ശ്രേയാമരിയ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ സ്കൂളിൻ്റെ പേരാണ് SNVLPS തുമ്പോളി. നമുക്കിന്നൊരു കവിത കേട്ടാലോ? കവിതയുടെ പേരാണ് അക്ഷര കവിത. അക്ഷരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം. പുസ്തകമെന്നൊരു ചങ്ങാതി, ഉത്തമനായൊരു വഴികാട്ടി. അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ. വായിച്ചങ്ങനെ വളരേണം, നേടണമെന്നും വിജ്ഞാനം. ജ്ഞാനത്തിൻ പ്രഭ വിതരേണം, ജ്ഞാനം എന്നും വെടിയട്ടെ. പുസ്തക വായന ശീലത്താൽ അറിവിൻ ശോഭ പരക്കട്ടെ. പുസ്തക വായന ശീലത്താൽ അറിവിൻ ശോഭ പരക്കട്ടെ. അറിവിൻ ശോഭ പരക്കട്ടെ. അറിവിൻ ശോഭ പരക്കട്ടെ. താങ്ക് യു. ശ്രേയാമരിയയുടെ അക്ഷരത്തെ പറ്റിയുള്ള ഒരു കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് ചൈത്ര രാഹുലിന്റെ ബഷീർ കഥാപാത്രങ്ങളുടെ ഒരു വിവരണം കേൾക്കാം. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ബഷീറിന്റെ എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്. എങ്കിൽ ഇന്ന് നമുക്ക് വളരെ മനോഹരമായിട്ടാണ് ചൈത്ര രാഹുൽ ഈ കഥാപാത്രത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമസ്കാരം. ലാളിത്യവും സ്വാഭാവികതയുമാണ് ബഷീർ രചനകളുടെ സവിശേഷത. കഥയും കഥാപാത്രങ്ങളും വായനക്കാരുടെ മനസ്സിൽ ഏറെ ഇടം നേടിയവയാണ്. വായിച്ചറിഞ്ഞ ചില കഥാപാത്രങ്ങളുടെ രൂപരേഖ ലഘുകുറിപ്പോടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. SNVLPSൽ നിന്നും ചൈത്ര രാഹുൽ. ബേപ്പൂർ സുൽത്താൻ. ബഷീറിൻ്റെ പല കഥകളിലും എഴുത്തുകാരൻ തന്നെയാണ് മുഖ്യ കഥാപാത്രം. ആത്മാംശമുള്ള എഴുത്തിലൂടെ രചയിതാവ് എന്നതിനപ്പുറം കഥാപാത്രമായ ബഷീറിൻ്റെ സാന്നിധ്യം ലളിതസുന്ദരമായ പ്രയോഗങ്ങളിലൂടെ അനുഭവപ്പെടുന്നുണ്ട്. സാറാമ്മ. പ്രേമവേദനമെന്ന കഥയിലെ കഥാപാത്രമാണ്. കേശവൻ നായരുടെ പ്രേമഭാജനമായ സാറാമ്മ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കുന്നത്. മജിത്ത്. ബാല്യകാലി സഹി എന്ന നോവലിലെ നായകൻ. ഒന്നും ചേർന്നാൽ ഇമ്മിണി ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്നും മജീദ് ഉത്തരം കണ്ടെത്തുന്നത്. വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വെച്ച കഥാപാത്രമാണിത്. ആനവാരി രാമൻ നായർ. ആനവാരിയും പൊൻകുരിശും എന്ന രചനയിലെ കഥാപാത്രമാണ്. പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാർക്കുട്ടിയെന്ന ആനയെ. അങ്ങനെയാണ് രാമൻ നായർ ആനവാരി രാമൻ നായർ. പൊൻകുരിശു തോമ. ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശു തോമ. മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ. അങ്ങനെയാണ് പൊൻകുരിശു തോമ എന്ന പേര് കിട്ടിയത്. പാത്തുമ്മ. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ബഷീർ കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹി മൂത്ത സഹോദരി. ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളുടെ ശ്രദ്ധയായ കഥാപാത്രം. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് SNVLPS തുമ്പോളിയിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ്. ഇതുവരെ ശ്രോതാക്കൾ കേട്ടത് ചൈത്ര രാഹുലിന്റെ
ബഷീർ കവിതകളുടെ ഒരു വിവരണമായിരുന്നു. ഇനി ധ്വനിയുടെ ഒരു ശുചിത്വം കവിത നമുക്ക് കേൾക്കാം. ശുചിത്വത്തെ പറ്റി വളരെ മനോഹരമായിട്ട് ധ്വനി അവതരിപ്പിക്കുന്ന ഒരു കവിത എല്ലാ കൂട്ടുകാർക്കും കേൾക്കാം. ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ശുചിത്വവും വ്യക്തി ശുചിത്വവും. ഇനി ഞാനിവിടെ ഒരു വ്യക്തി ശുചിത്വ പാട്ടാണ് പാടുന്നത്. വൃത്തിയായി എന്നും നടന്നിടേണം, വൃത്തിയിൽ വസ്ത്രം ധരിച്ചിടേണം, പല്ലുകൾ തേക്കണം 2 നേരം, കുളിക്കാൻ മടിക്കൊല്ല വേണ്ട നേരം, കൈകൾ കഴുകാം ഇടയ്ക്കിടയ്ക്കായി, നഖവും മുറിക്കാൻ മടിക്ക വേണ്ട, തുപ്പാതിരിക്കാം പൊതുവഴിയിൽ, ശൗചാലയ ശീലം ഓർമ്മ വയ്ക്കാം, ഭക്ഷണമിത്തിരി ബാക്കി വന്നാൽ വലിച്ചെറിഞ്ഞിടല്ലേ ചുറ്റുപാടും, പൊതുവിടമെല്ലാം നമുക്ക് സ്വന്തം, വൃത്തിയായി നമ്മൾ സൂക്ഷിക്കണം. വിജ്ഞാനമൊത്തിരി ഉണ്ടെങ്കിലും വൃത്തിയിൽ എന്നാൽ അതെന്തു കഷ്ടം, ശുചിത്വ ശീലങ്ങൾ നാം പാലിക്കുകിൽ രോഗങ്ങൾ പമ്പ കടക്കുമല്ലോ, വൃത്തിയായി എന്നും നടന്നിടേണം, വൃത്തിയിൽ വസ്ത്രം ധരിച്ചിടേണം, പല്ലുകൾ തേക്കണം 2 നേരം, കുളിക്കാൻ മടിക്കല്ല വേണ്ട നേരം. നന്ദി. SNVLPS തുമ്പോളിയിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് സർഗവേദിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടത് ധ്വനി അവതരിപ്പിച്ച ശുചിത്വത്തെ പറ്റിയുള്ള മനോഹരമായൊരു കവിതയായിരുന്നു. ഇനി നമുക്ക് ശ്രേയ സുജിത്തിന്റെ ഒരു ഇംഗ്ലീഷ് കവിത കേൾക്കാം. വളരെ ചെറിയൊരു കവിതയാണ്, 5 Fingers Song. Hi everyone, my name is Shreya Sujit. Today I am going to sing a rhyme. 5 fingers, 5 fingers, 5 fingers, clap, clap, clap. 4 fingers, 4 fingers, butterfly. 3 fingers, 3 finger, okay, okay. 2 finger, pisses, pisses. 1 finger on your mouth. Shh, shh. Thank you. ശ്രേയ സുജിത്ത് അവതരിപ്പിച്ച 5 Fingers Song എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് മറ്റൊരു മനോഹരമായ കവിത കേൾക്കാം. ഒരു ABC സോങ് ആണ്. അവതരിപ്പിക്കുന്നത് എറിൻ റോസ് ആണ്. എറിൻ റോസ് എന്ന കൊച്ചുമിടുക്കിയുടെ പാട്ട് നമുക്കിപ്പോൾ കേൾക്കാം. എൻ്റെ പേര് അയ്യ കടിയിലേക്ക് എത്തി. Today going to sing an ABCD EFG HIJK LMNP QRS TUV WX YND Navy ABC NETMRTEME. സർഗവേദിയിലെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് SNVLPS തുമ്പോളിയിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. എല്ലാ കൂട്ടുകാരും എല്ലാ പരിപാടികളും നന്നായിട്ട് ആസ്വദിച്ചു എന്ന് കരുതുന്നു. അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു സ്കൂളിലെ മറ്റൊരു പ്രോഗ്രാമുമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് SNVLPS തുമ്പോളിയിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച സർഗവേദിയുടെ വിവിധ പ്രോഗ്രാമുകളായിട്ടാണ്. എല്ലാ കൂട്ടുകാരികളും നന്നായിട്ട് കവിതകളും കഥകളും ഒക്കെ അവതരിപ്പിച്ചു. എല്ലാ കൂട്ടുകാർക്കും എല്ലാ പരിപാടികളും ഒത്തിരി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു സ്കൂളുകാരാണ് സർഗവേദിക്ക് വേണ്ടി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.